ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ഇറച്ചി മീനൊക്കെ കഴിച്ച് തകർന്ന് ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നതാ ഞാൻ ഫ്രഷായിട്ട് നല്ല ഒരു അടിപൊളി കുക്കറി ഷോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാൻ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പപ്പടം വറുത്ത് വെച്ചു, അപ്പോൾ ഇനി വേറെ എന്തോ കറി ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. അല്ല, അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പപ്പടം സൈഡ് കറിയായിട്ടല്ലേ കഴിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇന്ന് മുതൽ ഈ ഒരു പപ്പടം മെയിൻ കറിയായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പപ്പടം വെച്ചൊന്നൊരു കിടുക്കാച്ചി കറി ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്. ഇത്രയും മാത്രം ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഭാഗം പോലും മിസ് ചെയ്യാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങാം. അപ്പോൾ അതാ ഒരു തേങ്ങയും ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ മുഴുവനും വേണ്ട, ഒരു പകുതി മതിയാകും, അരമുറി തേങ്ങ മതിയാകും. അപ്പോൾ നമ്മളത് ആ ഒരു സവാളയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് നേരത്തെ ചേർക്കേണ്ടതില്ല. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ഈ ഒരു പുളി ചേർക്കണം. കുറച്ച് വാളംപുളിയാണിത്. അപ്പോൾ വാളംപുളി മാത്രം ഇതിൽ ചേർത്താൽ ഈ കറി അതിൻ്റെ യഥാർത്ഥ രൂപത്തിലെത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആദ്യം എന്താ വേണ്ടത്? പപ്പടം നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ പപ്പടം വറുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോരോ പപ്പടമായിട്ട് വറുത്തെടുക്കുക. പപ്പടം നല്ല ഫ്രഷ് ആയതുകൊണ്ട് നല്ല പൊള്ളി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കറുത്ത കളറൊന്നും ആക്കരുത്. നല്ല രീതിയിൽ തന്നെ പപ്പടം വറുത്തെടുക്കുക. അപ്പോൾ പപ്പടം പല രീതിക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും, വറുത്തിട്ടും അതുപോലെ ചുട്ടിട്ടൊക്കെ. പക്ഷേ ഈ രീതി ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനതാ പപ്പടമൊക്കെ എല്ലാം വറുത്ത് സെറ്റാക്കി വന്നിട്ടുണ്ട്. പപ്പടം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ നമുക്ക് ഇനി കറി തയ്യാറാക്കാം. അപ്പം ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പപ്പടം കാച്ചിയ എണ്ണ തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുക. അതിൻ്റെ ആ കക്കം കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഞാനൊരൽപ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിച്ച ശേഷം 2-3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മളത് ചെറുതാക്കി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നല്ല മണമായിരിക്കും ഈ സമയത്ത് വരിക. അപ്പം ഈ പപ്പടവും കൂടി ചേർത്താലുള്ള കഥ പിന്നെ പറയണോ? അപ്പോൾ 2 ദിവസം അടിച്ച് പൊളിച്ച് ഇറച്ചി മീനൊക്കെ തിന്നതിൻ്റെ ക്ഷീണം ഈ ഒരു പപ്പടക്കറിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ പപ്പടം ചിരിച്ചിരിക്കുകയാണ്, എന്നെ എപ്പോഴാണ് ഇതിലേക്ക് വീഴ്ത്തുക എന്നുള്ള രീതിക്ക്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പപ്പടത്തിനോട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി. ഒരുപാട് എരിവ് ഇതിൽ വേണ്ട. ലാസ്റ്റ് നമ്മൾ പച്ചമുളക് കീറി ഇടുന്നത് കൊണ്ട് കുറച്ച് മാത്രം മുളക് പൊടി മതിയാകും. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ ചേർത്താലും മതിയാവും. പിന്നെ അതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ. അതുവരേക്കും നമ്മൾക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചോറിനൊക്കെ ഈ ഒരു കറി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പുളി എടുത്തിട്ട് കഴിക്കാം. പിന്നെ പലഹാരത്തിനൊക്കെ ആണെങ്കിൽ ഈ പുളി മാത്രം മതിയാകും.
പുളിവെള്ളം തിളച്ചതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും ഞാനതാ തേങ്ങയൊക്കെ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് പെരുംജീരകം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയാണ് നമ്മുടെ പപ്പടം അതിലേക്ക് ഇടേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പപ്പടം ഒരുപാട് പൊടിയാതെ ഒരു പപ്പടത്തിന് 4 ആക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പപ്പടമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് പൊട്ടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറി തിളച്ച് തുടങ്ങി. അപ്പോൾ അതിലേക്ക് ഒന്ന് സിമ്മാക്കി വെച്ച് കൊടുത്ത ശേഷം ഈ പപ്പടം എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് പപ്പടമാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇന്ന് കുട്ടികൾക്ക് പപ്പടം ഇവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാക്കറ്റ് ഫുള്ളും ഇതിൽ ചേർത്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ പപ്പടം ഇട്ടത് നന്നായി ഇളക്കണ്ട, അത് പൊടിഞ്ഞു പോകും. അതൊന്ന് കറക്കിയെടുക്കുക. നമ്മൾ ചട്ടി പിടിച്ചൊന്ന് കറക്കിയെടുത്ത ശേഷം വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം പിന്നെ പപ്പടത്തിന് വേവൊന്നും ഇല്ലല്ലോ, അപ്പോൾ തന്നെ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഈ കറി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. നമ്മൾ കോഴിമുട്ട വറുത്തിട്ട് കറി വയ്ക്കില്ലേ എന്ന പോലെയൊക്കെ തോന്നി. പക്ഷേ ഇത് പപ്പടത്തിൻ്റെ ഒരു മണമാണ്. കോഴിമുട്ട കിടക്കുന്ന പോലെയാണ് നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അത് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കീറിയതും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു മണം വരും. പപ്പടം അതിൽ ആയി ഒന്ന് തിളച്ച് വരുമ്പോൾ ആ ഒരു മണം ഉണ്ടല്ലോ, അപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിനി ഈ ഒരു കറി സൈഡ് കറിയായിട്ട് ഒരിക്കലും കഴിക്കരുത്. 3-4 പപ്പടം വീട്ടിലുള്ളൂ എന്ന് വെച്ചിട്ട് ചിലരൊക്കെ കഞ്ഞിയുടെ കൂടെ കറി ഇല്ലെങ്കിൽ പപ്പടം വറുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു പപ്പടം വെച്ചിട്ട് ഇങ്ങനൊരു കറി ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം ഉറപ്പായിട്ടും. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഇനി നമ്മൾക്ക് അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് പുറത്തെടുത്ത് നോക്കാം. കണ്ടില്ലേ, സൂപ്പർ കറിയാണ്. അപ്പോൾ പലഹാരത്തിൻ്റെ കൂടെയാണ് ഇത് കൂടുതലും കഴിക്കുക. ചോറിന് വേണമെങ്കിൽ നമ്മൾ കൂടുതൽ പുളി ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് ഞാൻ പുളി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ചോറിൻ്റെ കൂടെ ഞാൻ കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വിളമ്പിയതാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കറി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.